നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയമായിട്ടാണ്. ഡിപ്രഷൻസ് അഥവാ വിഷാദം. എന്താണ് വിഷാദം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നതല്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് സങ്കടങ്ങളാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിറകെ സന്തോഷം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യ മനസ്സിൻ്റേത്. അപ്പോൾ വിഷാദം എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ അവസ്ഥ, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ, അതേപോലെ തന്നെ നിസ്സഹമായ അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള മനുഷ്യ മനസ്സിൻ്റെ ഒരു തലമാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, 2018 WHO കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻസ് ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ആ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഈ വിഷാദം എന്ന് പറയുന്നത് ആരിലാണ് ഉണ്ടാകുന്നത്? പൊതുവെ നമുക്കൊക്കെ തോന്നാറുണ്ട്, പാവപ്പെട്ടവരിലാണ് അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകൾ ഉള്ളവരിലാണ് ഈ ഡിപ്രഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ ഡിപ്രഷൻസ് അല്ലെങ്കിൽ വിഷാദം പാവപ്പെട്ടവരായിക്കോട്ടെ, പണക്കാരിലായിക്കോട്ടെ, സെലിബ്രിറ്റീസിലായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളിലായിക്കോട്ടെ, അതേപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാരിലായിക്കോട്ടെ, മനുഷ്യനായി പിറന്ന ഏതൊരാളിലും ഡിപ്രഷൻ അഥവാ വിഷാദം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ തിരിച്ചറിവാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഡിപ്രഷൻസ് എന്ന് പറയുന്നത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഡിപ്രഷൻസ് എന്ന് പറയുന്ന കാര്യം മനുഷ്യനായി പിറന്ന ഏതൊരാളിലും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻസ്. ആ തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ബോളിവുഡിലെ പ്രശസ്തയായ ഒരു നടി ദീപിക പദുക്കോൺ, നമുക്കറിയാം, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ്. നമുക്കറിയാം, ചില സമയത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ സമയത്ത് ഈ നടിയുടെ ചില സിനിമകൾ പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നടി വളരെയധികം വിഷാദത്തിലായിരുന്നു, ഡിപ്രഷൻസിലായിരുന്നു. അതുകൊണ്ട് പല സിനിമകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് സാധാരണക്കാരിൽ മാത്രമല്ല ഡിപ്രഷൻസ് ഉള്ളത്, പ്രശസ്തരിലും സെലിബ്രിറ്റികൾക്കിടയിലും ഒക്കെ ഈ ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഡിപ്രഷൻസ് ബാധിച്ച ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരു വിഷാദം ബാധിച്ച ആൾ എപ്പോഴും സങ്കടത്തിലായിരിക്കും. എപ്പോഴും അദ്ദേഹത്തെ ഉത്കണ്ഠ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും നല്ല ഇൻട്രസ്റ്റോടുകൂടി പ്രവർത്തിച്ച, നല്ല താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ച പല ആക്ടിവിറ്റികളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് കാണാം. ഒരു ഉദാഹരണത്തിന്, നന്നായിട്ട് പാട്ട് പാടാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ഏകാന്തതയുടെ മൂഡിലൂടെ അവർ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഡിപ്രഷൻസ് ഉള്ള ആൾക്കാരിലാണ് അത് നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇതൊക്കെ ഈ ഡിപ്രഷൻസ് ഉള്ള ആൾക്കാരുടെ ഒരു ലക്ഷണത്തിൽപ്പെടുന്നതാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഷാദം എന്നാൽ എന്ത് എന്നുള്ള തിരിച്ചറിവാണ്. ഇനി നമുക്ക് ഈ വിഷാദം മാറ്റിയെടുക്കാൻ പറ്റും, ഇത് ഓവർകം ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഈ വിഷാദം മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിഷാദം നിസ്സാരമായിക്കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഓൾ ദ പ്രോബ്ലംസ് ആർ ടെമ്പററി. എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികം മാത്രം. ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. ഒരു കുടുംബത്തിൽ നാം അധിവസിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അച്ഛനും മക്കളും തമ്മിലും, ചേട്ടനും അനുജനും തമ്മിൽ. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു നൈമിഷികം മാത്രം, അതൊരു നിശ്ചിത സമയത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങൾ, സുനാമി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരുപാട് പേർക്ക് ജീവൻ പൊലിഞ്ഞു, ഒരുപാട് പേർക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടായി, ഒരുപാട് പേർക്ക് സാമ്പത്തിക ഭദ്രത തകർന്ന് തരിപ്പണമായി. സെയിം സിറ്റുവേഷനായിരുന്നു കൊറോണ സമയത്തും ഇതുപോലെയായിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു, ഒരുപാട് പേർ നിത്യരോഗികളായിട്ട് മാറി, ഒരുപാട് പേർക്ക് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞിട്ട് ആ സുനാമിയും ആ കൊറോണയും ഇന്നാരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? ഇല്ല. അതൊരു നിമിഷത്തേക്ക് മാത്രം, ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികം മാത്രം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ ഒരു സന്തോഷം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ ഒരു 8-10 പേരുണ്ടെങ്കിൽ ഈ 10 പേരെയും നമുക്ക് സന്തോഷിപ്പിക്കാനോ അവർക്ക് വേണ്ട സഹായം ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പരദൂഷണം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചേട്ടനിൽ നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അനുജനോട് പരദൂഷണം അവിടെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. എന്തിനാണ് ഈ പരദൂഷണം ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പം ഇവനിൽ നിന്ന് കിട്ടാത്ത സഹായം അടുത്ത ആളിൽ നിന്ന് ലഭിക്കണം, അതിനു വേണ്ടിയാണ് ആ ഒരു പരദൂഷണം ക്രിയേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരദൂഷണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വിഷാദം ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഡിപ്രഷൻ്റെ ഒരു കാര്യവുമില്ല. അത് ആ ഒരു പരദൂഷണം വേണ്ട രീതി അവജ്ഞയോട് തള്ളുകയും നമ്മൾ നമ്മുടേതായ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയും നമ്മുടേതാണ് ശരിയെന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്രഷനോ വിഷാദമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ചേഞ്ച് ദ സിറ്റുവേഷൻ. നമുക്കൊരു വിഷാദം ഉണ്ടാകുമ്പോൾ ആ ഒരു സങ്കടത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനായിട്ടിരിക്കാതെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ സ്പോർട്സിൽ ഏർപ്പെടുക, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക. ഇത്തരത്തിലൊരു എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വിഷാദം ദീർഘസമയത്തേക്ക് നിലനിൽക്കില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ജീവിതശൈലിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വിഷാദം നമുക്ക് ജീവിതശൈലിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല പോഷകസമ്പുഷ്ടമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, വിഷാദം മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വ്യായാമത്തിലൂടെ നമ്മൾ ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടത്തം വാക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷാദം ഒരു പരിധിവരെ നമുക്ക് കുറക്കാമെന്നുള്ളതാണ്. അതേപോലെ നല്ല ഉറക്കം, അതേപോലെ തന്നെ നമ്മൾക്ക് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ആ ഒരു ഡാൻസിൻ്റെ നമുക്ക് താല്പര്യമുള്ള ആ ഡാൻസ് എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലൂടെ നമുക്ക് വിഷാദപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വിഷാദം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി എങ്ങാനും ഈ പറയപ്പെട്ട 4 കാര്യങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ തെറാപ്പിയിലൂടെ നമുക്ക് ഈ വിഷാദം അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.